നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് ഒരു പ്രൊമട്രിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. സിറ്റുവേഷനിൽ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഓപ്ഷൻ ഈസ് ഓട്ടോക്രാറ്റിക്, എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഡീഫിബ്രിലേറ്റർ കൊടുക്കുന്ന ആരാണ്, പിന്നെ മെഡിക്കേഷൻ നേഴ്സ് ആരാണ്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള റോൾ അസൈൻമെന്റ് അവിടെ വേണ്ടതായിട്ട് വരും. കൃത്യമായിട്ട് ഇതുപോലുള്ള റീസസിറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ലീഡറിന്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ടീം ലീഡർ വേണം എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് ഒരു പ്രൊമട്രിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കൃത്യമായിട്ട് കേൾക്കുക, കാരണം പ്രൊമട്രിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം. നോക്കിയാൽ ക്വസ്റ്റൻ ഇങ്ങനെയാണ് പറയുക: ഡ്യൂറിങ് കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ ഫോർ എ 75-year-old man in the emergency department, the doctor introduced himself as a leader for the CPR. What is the most appropriate leadership style for this situation? നോക്കിക്കേ, ഇവിടെ ഒരു പേഷ്യന്റിന് അല്ലെ, ഒരു 75 വയസ്സുള്ള ഒരു പേഷ്യന്റിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ CPR കൊടുക്കുകയാണ് അല്ലെ. സോ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ഡോക്ടർ പുള്ളിക്കാരൻ തന്നെ ആണ് ഈ പറഞ്ഞ ഈ CPR കൊടുക്കുന്ന ടീമിന്റെ ലീഡറായിട്ട് സ്വന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഓപ്ഷൻ ഈസ് ഓട്ടോക്രാറ്റിക്, B is democratic, C is bureaucratic and option D is laissez-faire. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കാം? അതായത് ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ ഏതാണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത് നോക്കാം. നോക്കിയാൽ ഇവിടെ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലേ. CPR എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആണ്. സോ ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. നോക്കിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് ഒരു ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ നേഴ്സ് ഇത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ഇത് ചെയ്യട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു ഡിസ്പാരിറ്റി അവിടെ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. എന്താ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ ക്ലിയർ റോൾ അസൈൻമെന്റ് അല്ലെ, അതായത് കംപ്രസ് ചെയ്യുന്ന ആരാണ്, എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഡീഫിബ്രിലേറ്റർ കൊടുക്കുന്ന ആരാണ്, പിന്നെ മെഡിക്കേഷൻ നേഴ്സ് ആരാണ്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള റോൾ അസൈൻമെന്റ് അവിടെ വേണ്ടതായിട്ട് വരും. കൂടാതെ ഡയറക്റ്റ് കമാൻഡ്സ് ഇംപ്രൂവ് ടീം കോർഡിനേഷൻ അല്ലെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ആംബിഗ്വിറ്റി ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ടീം കോർഡിനേഷൻ അത് ഇംപ്രൂവ് ചെയ്യും. നാലാമതായിട്ട് റെഡ്യൂസസ് ഡിലേസ് ഡ്യൂറിങ് റീസസിറ്റേഷൻ അല്ലെ. റീസസിറ്റേഷൻ സമയത്ത് എന്താണ്, എന്തെങ്കിലും ഡിലേസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ദിസ് മാച്ചസ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡേഷൻ ഓഫ് എ ഡെസിഗ്നേറ്റഡ് റീസസിറ്റേഷൻ ടീം ലീഡർ അല്ലെ. അതായത് നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് കൃത്യമായിട്ട് ഇതുപോലുള്ള റീസസിറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ലീഡറിന്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ടീം ലീഡർ വേണം എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പം ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റില്ലല്ലോ അല്ലെ. സോ ഇതുപോലെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി നമ്മുടെ എക്സാംസിന് ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ ദാറ്റ് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാകാനായിട്ട് കഴിയണം. എല്ലാവർക്കും all the best.